ഓട്ടിസം അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികളുടെ പാരൻസിൻ്റെ പ്രധാന വെല്ലുവിളിയാണ് അവരിലെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഭക്ഷണ രീതിയിൽ വരുത്തുന്ന ചേഞ്ചസുകൾ ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റിയിലും അതേപോലെ തന്നെ മറ്റു ബിഹേവിയറൽ ചേഞ്ചസിലും ഒരുപാട് വ്യത്യാസം വരാനായിട്ട് സഹായിക്കാറുണ്ട്. ഒന്നാമത്തെ ഡയറ്റ് പ്ലാൻ പഞ്ചസാര അഥവാ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്മച്വേർഡ് ആണ്. സോ അധികമായിട്ട് പഞ്ചസാര എടുക്കുമ്പോൾ അത് കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റിയെ കൂടുതലാക്കുന്നു. ഈ മധുരത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സ്, ഈന്തപ്പഴം അല്ലെങ്കിൽ ജാഗ്രി ഇതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് GFCF ഡയറ്റ്, ഗ്ലൂട്ടൻ ഫ്രീ കേസിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയും. ഇന്ന് പല കുട്ടികളിലും ഈ ഒരു രീതിയിലുള്ള ഡയറ്റിനാണ് കൂടുതൽ എഫക്റ്റ് കണ്ടിട്ടുള്ളത്. കാരണം ഇത് അണുബാധയും ആമാശയ പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. പാലും പാലിൻ്റെ പ്രൊഡക്ട്സും, അതായത് പനീർ, തൈര്, മോര് ഇങ്ങനെയുള്ള പാലിൻ്റെ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുകയാണ് കേസിൻ ഫ്രീ ഡയറ്റിൽ ചെയ്യുന്നത്. ഗോതമ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ നമ്മുടെ ആമാശയത്തിൽ അണുബാധയ്ക്ക് കാരണമാകാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സും സപ്ലിമെൻസും കഴിക്കുക എന്നുള്ളതാണ്. ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്, യോഗട്ട്, തൈര്, ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. Velith Homeopathy, on a mission to cure.